പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗം ആലപ്പുഴയിൽ നടത്തി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വ്യക്തിഗത ആനുകൂല്യങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കണമെന്നും യോഗത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വ്യക്തിഗത ആനുകൂല്യങ്ങളും സേവനങ്ങളും വേഗത്തിൽ തന്നെ ലഭ്യമാക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അവലോകന യോഗം സംഘടിപ്പിച്ചത്. സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും യോഗത്തിൽ പങ്കെടുത്തു. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് മുന്നിലുള്ളതെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ രാവിലെ 9:30 ആരംഭിച്ച യോഗത്തിൽ മന്ത്രി ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ജില്ലയിലെ MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, MS അരുൺകുമാർ, ദലീമ ജോജോ, U പ്രതിഭ എന്നിവർ സംസാരിച്ചു. മന്ത്രി P പ്രസാദിന് വേണ്ടി പ്രതിനിധി സംസാരിച്ചു. പ്രീമെട്രിക് ഹോസ്റ്റലുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തണം. കോർപ്പസ് ഫണ്ടിന്റെ ഗുണം ജനങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പോലുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ വേഗത്തിൽ നൽകണം. അംബേദ്കർ നഗറുകളുടെ 25 വീടുകൾ വേണമെന്ന മാനദണ്ഡം 15 കുറയ്ക്കണം. കോർപ്പസ് ഫണ്ട് റിവ്യൂ ചെയ്യാൻ ജനപ്രതിനിധികൾക്ക് അവസരം ലഭിക്കണം. ജില്ലയിൽ സ്ഥിരമായി SC ഓഫീസറുടെ സേവനം ലഭ്യമാക്കണം. ചേർത്തല മായിത്തറയിലെ പണി പൂർത്തിയായ SC ഹോസ്റ്റൽ തുറന്നു കൊടുക്കണം തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ MLA-മാർ മുന്നോട്ട് വെച്ചു. വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളും MLA-മാർ പങ്കുവച്ചു. തുടർന്ന് പട്ടികജാതി വികസന വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, പിന്നോക്ക വിഭാഗ വകുപ്പ് ജില്ലാതല ഓഫീസർമാർ പ്രസന്റേഷൻ നടത്തി. ജില്ലയിലെ 573 അതിദാരിദ്ര്യ പട്ടികജാതി കുടുംബങ്ങളിൽ 374 എണ്ണം അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടിയതായി ജില്ലാതല ഓഫീസർ അറിയിച്ചു. പട്ടികജാതി വികസന വകുപ്പ് 2024-2025 പദ്ധതികൾക്കായി അനുവദിച്ച 21.69 കോടി രൂപയിൽ 17.98 കോടി രൂപ ചിലവഴിച്ചു കഴിഞ്ഞതായും വിലയിരുത്തി. പദ്ധതി തുകയുടെ 83% ചിലവഴിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രേണു രാജ്, ED മാഷ C എബ്രഹാം, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു എന്നിവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, മറ്റു വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.